പാലക്കാടും വയനാടും വമ്പൻ വിജയമാണെങ്കിലും ചേലക്കരയിലെ തോൽവി കോൺഗ്രസ് നേതൃത്വത്തെ അസ്വസ്ഥമാക്കുന്നുണ്ട്. നേതൃത്വം ചോദിച്ചു വാങ്ങിയ തോൽവിയെന്നാണ് പ്രാദേശിക നേതൃത്വത്തിന്റെ വിമർശനം. രമ്യ ഹരിദാസിനെതിരെയും പ്രാദേശിക തലത്തിൽ വിമർശനം ഉയരുന്നു. ചേലക്കരയിലെയും വയനാട്ടിലെയും BJP വോട്ടുകൾ ചൂണ്ടിക്കാട്ടി ഉപതെരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസിന് വാണിംഗ് എന്നാണ് കെ മുരളീധരന്റെ പ്രതികരണം. ചേലക്കരയിൽ നല്ല വർക്ക് ഇത്തവണ നടന്നിരുന്നു. ആ വർക്കിനനുസരിച്ച് റിസൾട്ട് ഉണ്ടായിട്ടില്ല. അത് ഞങ്ങൾ പരിശോധിക്കും. ഇത്രയും വോട്ടിൻ്റെ ഡിഫറൻസ് വരാനുള്ള സാധ്യതകൾ കാണുന്നില്ല. എല്ലാ കാര്യങ്ങളും പരിശോധിക്കും. ഈ വിജയത്തിനോടൊപ്പം തന്നെ വാണിംഗും ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം ചേലക്കരയിലൊരു വാണിംഗാണ്. മാത്രമല്ല ചേലക്കരയിൽ BJPയുടെ വോട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ പാലക്കാട് തകർച്ചയുണ്ടായെങ്കിലും ചേലക്കരയിൽ അവരുടെ വോട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു അറിയപ്പെടാത്തൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് പോലും വയനാട്ടിൽ 1 ലക്ഷം വോട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടിനെയും ഞങ്ങൾ ഗൗരവത്തിൽ തന്നെയാണ് കാണുന്നത്. പാലക്കാട്ട് UDFൻ്റെ വൻ വിജയം ഭരണവിരുദ്ധ വികാരത്തിൻ്റെ കൂടെ ഭാഗമാണ്. സലീം മാലിക് ആ വാർത്തയോട് സലീം, രമ്യ ഹരിദാസിനെ സ്ഥാനാർത്ഥിത്വമാക്കുന്നതിന് മുൻപ് തന്നെ അവിടെ ചില വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ആ വിമർശനം തുടർന്നു. പാലക്കാട്ട് കണ്ടതുപോലെ സ്ഥാനാർത്ഥിയും നേതൃത്വവും തമ്മിൽ ഒരു നല്ല സിങ്ക്, ഒരു നല്ല കെമിസ്ട്രി ചേലക്കരയിൽ ഉണ്ടാവുന്നില്ല എന്ന് പ്രചരണഘട്ടത്തിൽ തന്നെ വിമർശനങ്ങൾ ഉയർന്നു. അതിനുശേഷം രമ്യ ഹരിദാസിന്റെ സ്ഥാനാർത്ഥിനെതിരെ പ്രാദേശിക വിമർശനം. അപ്പോൾ ആ സ്ഥാനാർത്ഥിത്വം പാളിപ്പോയി എന്ന പൊതുവികാരം കോൺഗ്രസിന് അവിടെ ഉണ്ടോ സലീം? അതിന്റെ നേതൃത്വം കാണുന്നത് എങ്ങനെയാണ്? ഹാഷ്മി, ചേലക്കരയിൽ രമ്യ ഹരിദാസിനെ സ്ഥാനാർത്ഥിയാക്കേണ്ടതില്ലായിരുന്നുവെന്ന് ചേലക്കരയിലെ തന്നെ UDF പ്രവർത്തകരും ചേലക്കരയിലെ പ്രാദേശിക നേതാക്കളും ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നതാണ്. അതുകൊണ്ട് തന്നെ രമ്യ ഹരിദാസിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ വലിയ വിമർശനം സ്വാഭാവികമായും ഇനി ഉണ്ടാവുകയും ചെയ്യും. അത് KPCC നേതൃയോഗം വരെ, നിർവാഹക സമിതി യോഗം വരെ നീളുകയും ചെയ്യും. കാരണം ചേലക്കരയിൽ രമ്യ ഹരിദാസ് സ്ഥാനാർത്ഥിയാകുന്നതിന് തൊട്ടു മുൻപ് അതേ മണ്ഡലം ഉൾപ്പെടുന്ന ആലത്തൂരിൽ മത്സരിച്ച് പരാജയപ്പെട്ടു എന്നത് മാത്രമല്ല, കോൺഗ്രസ് പാർട്ടി 18 സീറ്റിലും വിജയിച്ചൊരു തെരഞ്ഞെടുപ്പിലാണ് സിറ്റിംഗ് സീറ്റിൽ രമ്യ ഹരിദാസ് പരാജയപ്പെട്ടത്. അത് MPയുടെ പ്രവർത്തനത്തിന്റെ പോരായ്മ കൂടി കൊണ്ടാണ് എന്നൊരു വിലയിരുത്തൽ ആ ഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ രമ്യ ഹരിദാസിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കാം, അത് അരൂരിൽ ഷാനിമോൾ ഉസ്മാന്റെ കാര്യത്തിൽ പയറ്റിയ അതേ ഒരു നടപടി എന്ന നിലയിലേക്ക് പയറ്റിയെങ്കിലും അത് പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മാത്രമല്ല, അതിൽ വലിയ വിമർശനം സ്വാഭാവികമായും ഇനി ഉണ്ടാവുകയും ചെയ്യും. നേരത്തെ തന്നെ രമ്യ ഹരിദാസിനോട് അല്ലെങ്കിൽ രമ്യ ഹരിദാസിന്റെ ശൈലിയോട് പാർട്ടിയിൽ തന്നെ വലിയ വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ കെ മുരളീധരൻ പറയുന്നത് തൃശ്ശൂരിലെ പാർട്ടി ആകെ വലിയ പ്രതിസന്ധി നേരിടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും സ്ഥാനാർത്ഥിയും ആ ജില്ലയിലെ പാർട്ടിയും ഇനി എന്തായാലും വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്. മാത്രമല്ല, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ചേലക്കരയിലായിരുന്നു ശരിക്കും ഒരു പൊളിറ്റിക്കൽ മത്സരം എന്ന് ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. അത് പാലക്കാട് പൊളിറ്റിക്കൽ മത്സരം എന്ന നിലയിൽ മാധ്യമങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നെങ്കിലും KC വേണുഗോപാൽ MP ഉൾപ്പെടെയുള്ളവർ പാർട്ടി നേതൃത്വത്തോട് കൃത്യമായി പറഞ്ഞിരുന്നത് ചേലക്കരയിൽ വിജയിക്കണം, ചേലക്കരയാണ് പൊളിറ്റിക്കൽ മത്സരം എന്നുള്ളതാണ്. ആ മത്സരത്തിൽ പരാജയപ്പെട്ടു. അതിന് പക്ഷേ കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ പറയുന്നത് കഴിഞ്ഞ തവണത്തെ 39,000 എന്ന മൃഗീയ ഭൂരിപക്ഷത്തെ താഴ്ത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞു. 12,000-ലേക്ക് ആ ഭൂരിപക്ഷം കുറച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞത് പാർട്ടിയുടെ നേട്ടമാണ്, ഭരണവിരുദ്ധ വികാരമാണ് എന്നുള്ളതാണ്. പക്ഷേ ആ നിലയിൽ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടോ എന്ന UDF ക്യാമ്പ് തന്നെ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം 2016 ഒരു LDFിൻ്റെ വലിയ ട്രെൻഡ് ഉണ്ടായ സമയത്ത് പോലും അവിടെ ഇതേ UR പ്രദീപായിരുന്നു LDFിൻ്റെ സ്ഥാനാർത്ഥി. അന്ന് 10,000-ന് ഇടയിലായിരുന്നു ഭൂരിപക്ഷം ഉണ്ടായിരുന്നത്. അപ്പോഴുണ്ടായിരുന്നതിനേക്കാൾ ഭൂരിപക്ഷം UR പ്രദീപിനെ കൂടുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ LDFിൻ്റെ ഒരു ബേസ് മണ്ഡലത്തിൽ അവരുടെ ഭൂരിപക്ഷം ഏറെക്കുറെ 8,000-നും 10,000-നും ഇടയിലുള്ള ഭൂരിപക്ഷമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനേക്കാൾ ഒരു 2,000 വോട്ട് കൂടി എന്നുള്ളത് വലിയ ഗൗരവത്തോടു കൂടി UDF കാണുന്നുണ്ട്. അത് ചേലക്കരയിലെ പ്രവർത്തനത്തിന്റെ മാത്രമല്ല, സംസ്ഥാനത്തൊട്ടാകെ പ്രത്യേകിച്ചും 2026 ഭരണം പിടിക്കാൻ അതല്ലെങ്കിൽ അധികാരത്തിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന UDFന് അതൊരു പ്രധാനപ്പെട്ട ചോദ്യചിഹ്നമായി മുൻപിൽ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്താകെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടോ, അതല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് പ്രതീതി സൃഷ്ടിക്കാൻ പ്രതിപക്ഷത്തിനായോ എന്നുള്ള ചോദ്യവും ഇനിയുള്ള ദിവസങ്ങളിൽ ഉയരും. അതുകൊണ്ട് തന്നെ പാലക്കാടത്തെ വലിയ വിജയത്തിനൊപ്പം തന്നെ UDF ഗൗരവത്തോടെ ചേലക്കരയിലെ പരാജയം കാണുന്നുണ്ട് എന്ന് മാത്രമല്ല, ഭൂരിപക്ഷം കുറച്ചു എന്നുള്ളതൊരു ന്യായീകരണമായി നിരത്താനും കോൺഗ്രസിന് കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അതിൽ തന്നെ പലവിധ കാരണങ്ങൾ. നേരത്തെ തന്നെ പല സ്ഥാനാർത്ഥികളുടെയും പേര് VK ശ്രീകണ്ഠന്റെ ഭാര്യ തുളസിയുടേതുൾപ്പെടെ ചേലക്കരയിൽ പരിഗണിച്ചിരുന്നു. ഒരുപക്ഷെ തുളസി ആയിരുന്നെങ്കിൽ ഭൂരിപക്ഷം കുറയ്ക്കാനും 5,000-ന് താഴേക്ക് എത്തിക്കാനും അതുവഴി ഭരണവിരുദ്ധ വികാരം സ്ഥാപിക്കാനും കഴിയുമായിരുന്നു എന്നൊരു നേതാക്കൾ ഇതിനോടകം തന്നെ അടക്കം പറയുന്നുണ്ട്. KPCC നിർവാഹക സമിതി യോഗം വളരെ വൈകാതെ തന്നെ ഉണ്ടാവും. ഉറപ്പായും പാലക്കാട്ടെ വിജയത്തിന്റെ ആഹ്ലാദത്തിനൊപ്പം തന്നെ ചേലക്കരയിലെ പരാജയത്തിന് അതിൽ നേതാക്കൾ മറുപടി പറയേണ്ടിയും വരും. സലീം മാലിക്കാണ്. ചേലക്കരയിൽ രമ്യ ഹരിദാസിന്റെ സ്ഥാനാർത്ഥിനെതിരെ പ്രാദേശികമായ ഒരു വിമർശനങ്ങൾ ഉയർന്നു. തോറ്റൊരു സ്ഥാനാർത്ഥിയെ പെട്ടെന്നുകൊണ്ട് സ്ഥാനാർത്ഥിയാക്കുന്നു, അതിൽ കേന്ദ്ര നിലപാട് പാളിപ്പോയി തുടങ്ങിയ വിമർശനങ്ങൾ അവരുടെ പ്രാദേശികമായ ഗ്രൂപ്പുകളിൽ വളരെ സജീവമായി ഉണ്ടാകും. അതും ഈ പറയുന്ന മട്ടിൽ തെരഞ്ഞെടുപ്പിന് ശേഷം ജയത്തിനൊപ്പം തന്നെ തോൽവിയും ചർച്ചയാക്കപ്പെടും. തോൽവി ചർച്ചയാക്കപ്പെടുമ്പോൾ നേരത്തെ BJPയിൽ പാലക്കാട്ടെ കാര്യം പറയുന്നത് പോലെ ചേലക്കരയിൽ കോൺഗ്രസും ഈ പറയുന്ന ഒരു പരിധിവരെ പാലക്കാട്ട് CPM അടക്കം വയനാട്ടിൽ LDF അടക്കം ആ ചർച്ചകൾ കൂടി സജീവമാകുമ്പോഴാണല്ലോ
രാഷ്ട്രീയം പൂർണ്ണമാവുക.